എടാ വണ്ടി നിർത്ത്. എന്താ എന്ത് പറ്റി? നമ്മൾ പാരിയെ കാണാൻ പോവാന്ന് റിയോട് പറഞ്ഞില്ലല്ലോ. Hey, stop the car, man. My bladder is bursting. Shut up, man. നീ അവളുമായിട്ട് ഇപ്പോഴും ടച്ച് ഉണ്ട് അല്ലേ? ഇല്ലടാ, പക്ഷെ അവളുടെ വീടിന്റെ അഡ്രസ് എനിക്കറിയാം. ശരി, എന്നാ നീ അവളെ ഒന്ന് വിളിച്ചേ. ഇത്രയും വലിയ പ്രദേശത്തൊന്നും മൂത്രം ഒഴിക്കാൻ പോലുള്ള സ്ഥലമില്ല. ഹലോ, റിയ ഉണ്ടോ? ഇല്ലല്ലോ. ഹോസ്പിറ്റലിലാണോ? അല്ല, കോയമ്പത്തൂരിൽ പോയിരിക്കുക. കോയമ്പത്തൂരോ? അതെന്നെ, ഇന്ന് അവരുടെ കല്യാണ. അവളുടെ കല്യാണമാണോ? ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല. ഒറ്റ പിടുത്തം പിടിച്ച 2 മണിക്കൂറിനുള്ളിൽ കോയമ്പത്തൂരെത്തും. കല്യാണം നിർത്താം. എന്ത് പറയുന്നു? എടുക്കടാ വണ്ടി. ഇരിക്കടാ കോയമ്പത്തൂർ. ഇംപോസിബിൾ. സ്ട്രൈറ്റ് ദ ധനുഷ്കോടി. ഭാര്യയെ കണ്ടിട്ട് ഉടനെ തിരിക്കണം. എനിക്ക് ഫ്രൈഡേ കൊസസീവ് പസപ്പുകളുടെ കൂടെ മീറ്റിംഗ് ഉണ്ട്. വന്നേ വണ്ടി കയറും. വാ മിസ്സായാലും എനിക്ക് വലിയ നഷ്ടമാണ്. വന്നേ. നിങ്ങളോട് ഞാനിത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് അറിയില്ല. രാകേഷ് സ്വെറ്റ്സ് റിയ. ഇത് തന്നതിന് വളരെ സന്തോഷമുണ്ട്. വൈറസിന് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും കേട്ടോ. അയാളുടെ മക്കളുടെ കല്യാണത്തിനല്ല നമ്മൾ പ്രശ്നം ഉണ്ടാക്കുക. ഞാൻ പോയി റിയോട് സംസാരിക്കാം. നീ അവനെ ഒഴിവാക്ക്. വെങ്കട്ട്, ഭാര്യയെ കിട്ടി റിയേ. സാർ, ചെറുക്കന്റെ റൂമിലോട്ടാണ്. അതെ സാർ. എന്താ ഇത് അയൺ ബോക്സ് എടുത്തിട്ട് എത്ര സമയം? സോറി സാർ. കൊണ്ടുവാ. അപ്പോ മോനെ ഇതൊന്ന് അകത്തോട്ട് കൊടുത്തേക്ക്. പൂവൊക്കെ പെണ്ണിനുണ്ട് കൊടുക്ക്. ഇത് കല്യാണ ചെറുക്കന്റെ തലയെ വെച്ച് കൂട്ടിക്കൊണ്ട് വരണം. ഇത് ഞങ്ങളുടെ സമ്പ്രദായം. അങ്ങനെയാണോ? ശരി. Mambo. Hey, May I come in? Yeah, come in. Mambo. Quick. Good morning, sir. I need Sharwani, man. Hey, Mambo. Yes. ഭാര്യയെ കിട്ടിയെന്ന് പറഞ്ഞു. നീ ആ കഴുതെ കെട്ടാൻ പോവാണോ? നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? നിന്നെ നീ തന്നെ പറ്റിക്കല്ലേ. ഭാര്യയെ നീ മറന്നിട്ടില്ല. അതുകൊണ്ടല്ലേ അവൻ ഇഷ്ടപ്പെട്ട ഫുഡ് നീ ഇപ്പോഴും കഴിക്കുന്നേ. Mozzarella, hey mambo, a mambo italiano mambo, a mambo, a mambo, mambo. Just one enchilada, hey mambo. Hey mambo, ആ രാകേഷോ, നിന്റെ ജീവിതം നീ തന്നെ കളയല്ലേ. അവൻ കഴുത്തി കെട്ടാൻ പോകുന്ന താലിയല്ല, പ്രൈസ് ടാഗാ. ഷട്ട് അപ്പ് വെങ്കട്ട്. രാകേഷ് ഒരുപാട് മാറി. അവനിപ്പം ബ്രാൻഡും പ്രൈസിനെ കുറിച്ച് ഒന്നും പറയാറില്ല. എന്തിനാണ് നിങ്ങൾക്ക് ചട്നി കഴിക്കുന്നത്? സാറേ ഇത് സാറിന് ചട്നിയാ. ഞാൻ ശർവാണിക്ക് എന്താണ് ചെയ്യേണ്ടത്? സാർ സോറി സാർ, എനിക്കൊരു 2 നിമിഷം താ. ഞാൻ വേഗം ക്ലീൻ ചെയ്ത് എടുത്തോണ്ട് വരാം സാർ. Go, man, go, get it soon. ആരാണോ ചട്നി കണ്ടുപിടിച്ചവൻ? റിയേ, വേഗം വാ, സമയായി. ചേച്ചി, പുതിയ സാരി സൂപ്പർ. വാ. പ്രിയേ, ഞാൻ സെന്തില. ഇവിടെ ഇരുന്ന് കാറല്ലേ എന്നെ കൊന്നു കളയും. രാകേഷ് എവിടെയാ? What happened to my Sharwani, man? നിങ്ങളുടെ ഹൗസ് കീപ്പിംഗ് ബാഗ് എടുത്തിട്ട് പോയതാണ്. ചട്നി ശർവാണി അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുക. പോയി രാകേഷിനോട് വരാൻ പറ. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോയ പെണ്ണിനെ ഇഷ്ടപ്പെടാത്ത ചെറുക്കൻ പോയതാണെന്ന് പറയും. പറ. ഇതാണ് ശരിയായ സമയം. കാർ ഞാൻ റെഡിയാക്കി നിർത്തിയേക്കാം. അവളെ കൊണ്ട് ഓടി വാ നീ. എടാ, മര്യാദയ്ക്ക് ഒച്ച വെക്കാതിരുന്നോണം. എന്താ സാറാ നിങ്ങളിവിടെ നിൽക്കുന്നേ? അപ്പൊ കല്യാണ പന്തലിൽ ഇരിക്കുന്ന ആരാ? കല്യാണ പന്തലിൽ ഇനി ഒന്നുകൂടെ കറങ്ങിയാൽ നമ്മുടെ കല്യാണമാകും. എന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതാ. വാ പോകാം. ഉള്ള അഭിമാനം പോകും. ഇവിടെ ഉള്ളവരൊക്കെ കളിയാക്കും. മറ്റുള്ളവർ ചിരിക്കുമെന്നോർത്ത് നിന്റെ ജീവിതം വെറുതെ കളയാൻ പോകണോ? കൂടി പോയാൽ എല്ലാരും ഒരാഴ്ച സംസാരിക്കും. അത് കഴിഞ്ഞ് മറന്നുപോകും. ഇന്ന് നീ ഇത് പേടിച്ച് വേണ്ടെന്ന് വെച്ചാ ജീവിതകാലം മുഴുവൻ നീ ആഗ്രഹിച്ചു ഒരു ജീവിതം ജീവിക്കാൻ പറ്റില്ലെന്നോർത്ത് വേദനിക്കും. നീ മനസ്സിലാക്കിയോ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കൽ എങ്ങോട്ടാ പോകണ്ടേന്ന് തീരുമാനിക്കാൻ ഒരു സമയം വരും. ഈ സൈഡിലേക്ക് പോയാ ഹൗസ് കീപ്പിംഗ് രാകേഷ്, പ്രൈസ് സ്റ്റാർട്ട്, സന്തോഷമില്ലാത്തൊരു ജീവിതം. ഈ സൈഡിലേക്ക് പോയാ പാരി, ലവ്, നീ ആഗ്രഹിച്ച ഒരു ജീവിതം. നിന്റെ ജീവിതം മാറ്റാൻ പോകുന്ന ആ നിമിഷം ഇതാണ്. നീ തീരുമാനമെടുക്കുക.
റിയ, എനിക്കൊരു ഡൗട്ട്. എന്താ? ഭാര്യയുടെ കല്യാണം കഴിഞ്ഞ? വാട്ട്? ഏയ് അങ്ങനൊന്നും ആവത്തില്ല. ആയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിന്നെ കൊണ്ടുവിടാം. കൂൾ കൂൾ കൂൾ. ഈ ബിസ്ക്കറ്റ് കഴിക്കും, നല്ലതാ. ഹാൻഡ് മെയ്ഡാ, കഴിച്ചോ നീ. ഇവനിവിടെ എന്താ ചെയ്യുന്നേ? വണ്ടിക്ക് ഗ്യാസ് ഫിൽ ചെയ്തോണ്ടിരിക്കുക, നീ അത് മൈൻഡ് ചെയ്യണ്ട. ഇതാ, നീ ബിസ്ക്കറ്റ് കഴിക്കും, സൂപ്പർ ആയിരിക്കും. ഞാനൊരു ഡീസന്റ് ആയിട്ടുള്ള ആളായിരുന്നു. പക്ഷേ 24 മണിക്കൂറിൽ പറന്നുപോയ ഫ്ലൈറ്റ് നുണ പറഞ്ഞ് താഴെ ഇറക്കി. കാശിയിൽ ഒഴുക്കേണ്ട അസ്ഥി കക്കൂസിൽ ഒഴുക്കാൻ നോക്കി. കല്യാണത്തിന് നിന്ന പെണ്ണിനെ കടത്തിക്കൊണ്ടു വന്നു. എല്ലാ പാവി ഭാര്യയ്ക്ക് വേണ്ടിയാണ്. ഭാര്യ അവന്റെ ഫ്രണ്ട്സിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. റെഡ്സിയിൽ കുത്തിയ കവർ എവിടെയാണെന്ന് നോക്കാം. സെന്തിൽ വീണ്ടും ഫെയിലായി ആത്മഹത്യക്ക് എങ്ങനെ ശ്രമിക്കുമെന്നോർത്ത് ഭാര്യ പേടിച്ചു. അവന് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിക്കാൻ വൈറസിന്റെ ഓഫീസിൽ ചെന്നു. സെന്തിലിന് വേണ്ടിയാ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നത്. ഒരു കാരണവശാലും നമ്മൾ നോക്കാൻ പാടില്ലെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു. ക്വസ്റ്റ്യൻ പേപ്പർ എവിടെയാണ് അയാൾ ഒളിച്ചു വെച്ചേക്കുന്നത്? തപ്പിയെടുക്കുന്നതിന് മുമ്പ് നേരം വെളുക്കുമെന്നാ തോന്നുന്നത്. നീ റിയയോടൊന്ന് ചോദിച്ചേ. ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുക, എന്താ ഫോൺ എടുക്കാഞ്ഞത്? ഹലോ ചേട്ടാ, റിയ, ഫോൺ. ഓളീസ് വെല്ലെന്ന് പറഞ്ഞ കുഞ്ഞു തൊഴിക്കുവാ. റിയ, നിനക്ക് ഫോൺ. പറ ചേട്ടാ, ഓളീസ് വെൽ ഒന്നും കൂടെ പറ. പാരി, കിട്ടി. ഹലോ. ഇതാ കോപ്പിയാ. എടാ, എവിടെ നിങ്ങൾ വരുന്നേ? എന്താ ഇത്? ക്വസ്റ്റ്യൻ പേപ്പർ. വൈറസ് നിന്നെ ഫെയിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ക്വസ്റ്റ്യനാ. നല്ല കൂട്ടുകാരൻ നിങ്ങൾ. ആദ്യം ജയിക്കാനായിട്ട് നല്ല വഴി കാണിച്ചു, ഇപ്പൊ തെറ്റായൊരു വഴി കാണിച്ചിരുന്നു. വേണ്ടടാ, ഞാൻ തന്നെ പഠിച്ചെഴുതിക്കോളാം. ഫെയിലായാലും കുഴപ്പമില്ല. കൊള്ളാടാ, ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഒരു ധൈര്യം വന്നത്. ശരിക്കും അവനെ അളിയനാക്കിയാലോ എന്ന് തോന്നി. അവന്റെ അനിയത്തിയെ ഓർത്തപ്പം കൺട്രോൾ ചെയ്യണം അളിയാ. സാറേ വേണ്ട, സാറേ വേണ്ട. സിസ്റ്റത്തെ തന്നെ മാറ്റുമല്ലടാ. സാറേ എന്റെ വീട്ടിന്റെ മുമ്പില് മൂത്രം ഒഴിക്കുമല്ലടാ. നീയൊക്കെ മഹാവൃത്തികെട്ടവന്മാരാ. ഇപ്പൊ തന്നെ കാമ്പസിൽ നിന്ന് പൊക്കണം. നേരം വെളുക്കുമ്പോ നിന്നേക്ക് ഇവിടെ കണ്ട ഐ വിൽ കോൾ ദ പോലീസ്. ഗെറ്റ് ഔട്ട് യു റാസ്കൽസ്. റാസ്കൽസ് all of you. റാസ്കൽസ് all of you. റാസ്കൽസ്. അവർക്ക് എങ്ങനെ എന്റെ ഓഫീസിൽ കീ കിട്ടിയത്? അച്ഛൻ ഞാനാ കൊടുത്തത്. അന്നും ഈ താക്കോൽ തന്നെ എന്റെ ചേട്ടന് കൊടുത്തിരുന്നെങ്കിൽ ഇന്നവൻ ജീവനോടെ കണ്ടേനെ. നിങ്ങളുടെ മോൻ ട്രെയിനിന് വീണ് മരിച്ചു പോയതാണോ? മിണ്ടാതിരിക്കറിയേ. അവൻ എഞ്ചിനീയർ ആകണമെന്ന് അച്ഛൻ തന്നെയല്ലേ തീരുമാനിച്ചത്?
അവന്റെ ആഗ്രഹം എന്തായിരുന്നു എന്ന് ഒരു വാക്ക് ചോദിച്ചിരുന്നോ? കട്ട് ഓഫ് 300-ന് 298.5 മുകളിൽ വേണമെന്ന് എന്തുമാത്രം പ്രഷർ കൊടുത്തിരുന്നു. അതുകൊണ്ടാ എൻട്രൻസ് എക്സാം എഴുതുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാ നല്ലതെന്ന് കരുതി ട്രെയിനിനെടുത്ത് ചാടി. ഇവളെന്തായി പറയുന്നേ? അവള് പിച്ചും പെയും പറയാ. അച്ഛൻ പോയി കിടന്നുറങ്ങ്, ഞാൻ മരുന്ന് എടുത്തോണ്ട് വരാം. പ്രിയേ, നീ എന്തോ ഈ കാണിക്കുന്നത്? അവൻ ലിറ്ററേച്ചർ പഠിക്കാനാണ് ആഗ്രഹിച്ചത്. ഒരു എഴുത്തുകാരനാകണം, ഒരു കവി ആകണമെന്നായിരുന്നു അവന്റെ ലക്ഷ്യം. അവൻ അവസാനമായി എഴുതിയത് ഈ ആത്മഹത്യ കവിതയായിരുന്നു. പ്രിയേ, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എത്ര നാളെന്ന് വെച്ചാ ചേച്ചിയെ മിണ്ടാതിരിക്കുന്നത്? ഒരു തവണയെങ്കിലും നിനക്ക് എഞ്ചിനീയറിംഗ് ഇഷ്ടമല്ലേ, വിട്ടേക്ക്. നിന്റെ ഇഷ്ടം പോലെ അവനോട് പഠിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നവൻ ജീവനോടെ കണ്ടേനെ അച്ഛ. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നേനെ. അവൻ ആത്മഹത്യ ചെയ്തതല്ല. അതെ അച്ഛ, അത് ആത്മഹത്യയല്ല, കൊലപാതകം. തുടർച്ചയായി പെയ്തുവരുന്ന മഴയിൽ തിരുവനന്തപുരവും പരിസര പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. മോളെ, മില്ലിമീറ്റർ, നീ എന്തിനാ ഞങ്ങളുടെ പുറകെ വരുന്നേ? പോയി പഠിക്കേ. എനിക്ക് ഇഷ്ടപ്പെട്ട വഴിയെ പോന്നു. തെറ്റാണോ? ഹലോ, പ്ലീസ് ഹെൽപ്പ്. നിക്ക്, ഇവിടെ പോവാ നീ? ഇനി ഒന്നും അവസാനിച്ചിട്ടില്ല. നീ കോളേജ് വന്ന ആദ്യ ദിവസം ഒരു ചോദ്യം ചോദിച്ചില്ലേ, സ്പേസിൽ എന്തുകൊണ്ട് പെൻസിൽ ഉപയോഗിച്ചുകൂടാന്ന്? സ്പേസിൽ പെൻസിലിന്റെ മുന ഒടിഞ്ഞു പോയാ സീറോ ഗ്രാവിറ്റിയില് അത് അവിടെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് കണ്ണിലോ അല്ലെങ്കിൽ മൂക്കിലോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് പാനലിലോ കുത്തിക്കേറാൻ സാധ്യതയുണ്ട്. Do you know that? You are wrong. You are wrong. You cannot be right all the time. You understand? Yes, sir. This is an important invention. Understand? Yes, sir. ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞിരുന്നു, എന്നൊരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡന്റിനെ കാണുന്നു അവന് പോയി പഠിക്ക്. എക്സാമിൽ നീ പാസ്സായി, എവിടെ വേണമെങ്കിലും പോയി പഠിക്ക്. And now, students of the year, Panjavan Parivendan. സാറേ, 1 photo please. ഈ സന്തോഷം നിറഞ്ഞ സമയം എപ്പോഴും കൂടെ ഉണ്ടാകുന്ന കരുതി ഞാൻ ഫോട്ടോ എടുത്തു. എത്ര ഇമോഷൻസ്, എങ്ങോട്ട് നോക്കിയാലും സന്തോഷം, കരച്ചിൽ, ദുഃഖം, പിരിയാൻ പോകുന്നു എന്നുള്ള വിഷമം. അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരു തവണയെങ്കിലും കാണണമെന്ന് എല്ലാവരും തീരുമാനിച്ചു. പക്ഷേ അന്നാണ് പാരി അവസാനമായി കാണുകയെന്ന് വിചാരിച്ചു പോലുമില്ല.